ഇന്നൊരു ട്രാവൽ എക്സ്പീരിയൻസ് ആയാലോ? സോ ഹായ് ഹലോ ഗൈസ്, വെൽക്കം ടു മൈ വ്ളോഗ്. അപ്പോൾ ഇന്ന് ഞാൻ നാട്ടിലോട്ട് പോവാണ്. അബുദാബി ടു കൊച്ചിനാണ് ട്രാവൽ ചെയ്യാൻ പോകുന്നത്. ആഫ്റ്റർനൂൺ 2:30ക്കാണ് എൻ്റെ ഫ്ലൈറ്റ് വരുന്നത്. ഒരു 11 o'clock ആയപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു ഹാഫ് അവർ മാത്രമേ നമുക്ക് റൂമിൽ നിന്ന് എയർപോർട്ടിലോട്ടുള്ളൂ. ഓൾമോസ്റ്റ് ഒരു 11:30 ഒക്കെ ആയപ്പോഴേക്ക് നമ്മൾ എയർപോർട്ടിലെത്തി. ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട്, കാരണം നമ്മൾ ഇതുവരെ ഒരുമിച്ച് നിന്നിട്ട് ഒറ്റയ്ക്ക് നാട്ടിലോട്ട് പോകുമ്പോഴൊരു വിഷമം. ബട്ട് ഇറ്റ്സ് ഓക്കെ, വി വിൽ മീറ്റ് വിതിൻ 2 or 3 months. അങ്ങനെ നമ്മൾ നേരെ ബോർഡിംഗ് പാസ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. വലിയ ഡിലേ ഒന്നും ഇല്ലാണ്ട് വിത്തിൻ 5 minutes കൊണ്ട് തന്നെ നമുക്ക് ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇവിടുത്തെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ബോർഡിംഗ് പാസ് എടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഫാമിലിയായിട്ട് എവിടെ ഇരിക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഇരുന്ന് കുറച്ച് നേരം സംസാരിച്ചതിനൊക്കെ ശേഷം ഞാൻ അവനോട് യാത്രയൊക്കെ പറഞ്ഞ് നേരെ ഒരു ആഫ്റ്റർ 12 o'clock ഒക്കെ ഞാൻ നേരെ എയർപോർട്ടിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇവിടുന്ന് ഒരു 5 minutes വാക്കിംഗ് ഉണ്ട് എൻ്റെ ഗേറ്റിലോട്ട്. D49 ആണ് എൻ്റെ ഗേറ്റ് വരുന്നത്. അങ്ങനെ ഞാൻ നേരെ എൻ്റെ ഗേറ്റിലൊക്കെ ചെന്ന് അവിടെ ഇരുന്നതിന് ശേഷം ഇന്ന് ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് ഇത്തിഹാദ് ഫ്ലൈറ്റ് ആണ് കേട്ടോ. സോ ദിസ് മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ് വിത്ത് ഇത്തിഹാദ് ആൻഡ് ഐം ലിറ്റിൽ എക്സൈറ്റഡ്. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം ഞാൻ എൻ്റെ കയ്യിൽ ഫുഡ് കരുതിയിട്ടുണ്ടായിരുന്നു. സോ ഞാൻ നേരെ വാഷ്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നേരെ എൻ്റെ ബോർഡിങ്ങിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ഫ്ലൈറ്റിലോട്ട് കയറി. ആൻഡ് മൈ എക്സ്പീരിയൻസ് വാസ് ടു ഗുഡ്. കാരണം കമ്പയർ ടു മൈ പ്രീവിയസ് ഫ്ലൈറ്റ്സ്, സീറ്റ്സ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ സൂപ്പർ കംഫർട്ടബിൾ ആയിരുന്നു. നമ്മുടെ ക്യാബിൻ ക്രൂ ആണെന്നുണ്ടെങ്കിലും ഒക്കെ നല്ല അടിപൊളിയായിരുന്നു ബിഹേവിയറൊക്കെ കേട്ടോ. അങ്ങനെ ഞാൻ നേരെ അവിടെ ചെന്നതിന് ശേഷം അവരൊരു പില്ലോയും ഒരു ബ്ലാങ്കറ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് എൻ്റെ ഫുഡ് വന്നു. ആൻഡ് ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് ഒരു ചിക്കൻ മീലായിരുന്നു കേട്ടോ. ഒരു ഫ്ലേവേർഡ് റൈസും അതിലേക്കൊരു ഒരു കൈൻഡ് ഓഫ് ഗ്രേവി ചിക്കൻ ആൻഡ് എല്ലാം ഉണ്ടായിരുന്നു. ജ്യൂസും ഡെസേർട്ടും കാര്യങ്ങളൊക്കെ ആയാലും എല്ലാം നല്ല സൂപ്പർ ക്വാളിറ്റി ഫുഡായിരുന്നു. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ഫുഡും കാര്യങ്ങളൊക്കെ ആണെങ്കിലും. ഈ ഒരു ഗുലാബ് ജാമുനൊക്കെ വന്നിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം ഞാൻ വിചാരിച്ചു ഒന്ന് കിടക്കാമെന്ന്. അങ്ങനെ ഒന്ന് ഉറങ്ങിയതിന് എണീറ്റപ്പോഴേക്കും നേരെ ഒരു നൈറ്റ് 8 o'clock ഒക്കെ ആയപ്പോഴേക്ക് കൊച്ചിയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നേരെ ലഗേജ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ലഗേജൊക്കെ എല്ലാം കംപ്ലീറ്റ്ലി ഒരു ഡാമേജും ഇല്ലാണ്ട് നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു.